ഈ കാലഘട്ടത്തിൽ ഉമാ ലോഡ്ജിൽ നിന്നും എന്നെ പുറത്താക്കും എന്നൊരു ഭീഷണി ഉമാ ലോഡ്ജിൻ്റെ ഉടമസ്ഥൻ സ്വാമി പറഞ്ഞു. മാത്രമല്ല സ്വാമിയുടെ മകൻ രാജൻ എന്ന് പറയുന്ന ഒരു പയ്യൻ, ഏകദേശം എൻ്റെ പ്രായമൊക്കെ ഉണ്ടാവും. ഞാനൊക്കെ അവിടെ റൂമെടുത്ത് താമസിക്കുന്ന കാലത്ത് അയാളും നല്ല ക്ലീൻ ഷേവ് ചെയ്ത് എൻ്റെ പോലെ തന്നെ ഒരു നല്ല മനുഷ്യനായിട്ടാണ് നമുക്ക് തോന്നിയത്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ അയാൾ മീശയൊക്കെ വളർത്താൻ തുടങ്ങി. അങ്ങനെ മീശയൊക്കെ ഇങ്ങനെ കൊമ്പം മീശയൊക്കെ ആക്കിയപ്പോൾ ഞാൻ വേറൊരാളോട് ചോദിച്ചു. എന്നുവെച്ചാൽ അവിടുത്തെ ഒരു ബോയ് എന്നൊരു തമിഴ് പയ്യനുണ്ട്. ആ പയ്യനോട് ചോദിച്ചു, എന്താണ് ഈ മുതലാളി രാജൻ ഇങ്ങനെ മീശയൊക്കെ വളർത്തുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, അത് മലയാളത്തിലുള്ള ആളുകളെ പേടിപ്പിക്കണമെങ്കിൽ മീശ വേണമെന്ന് അയാളുടെ അച്ഛൻ പറഞ്ഞു കൊടുത്തു, അതിനു വേണ്ടി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഞാൻ താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ ഞാൻ ഈ രാജനോട് പറഞ്ഞു, മലയാളത്തുകാരെ ഭയപ്പെടുത്തക്ക് താനേ നീങ്ക മീശ വളർത്തരുത്. അതും കൂടി കേട്ടപ്പോൾ അയാൾക്ക് ഭയങ്കര ദേഷ്യം. അയാൾ ഇത്രേ പറഞ്ഞുള്ളൂ, ഇന്ന് രാത്രി 3 മാസത്തെ വാടക ബാക്കിയുണ്ട്, തന്നില്ലെങ്കിൽ താൻ ഇവിടെ നിന്ന് നിന്നെ ഇങ്കേന്ന് വെളിയെ പോടും, തിരിയുമാ അവനക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അയാൾ പെട്ടിയെടുത്ത് ഇന്ന് പുറത്തേക്ക് ഇടും. ஐயோ எதுக்கு சாமி இங்க வந்தீங்க? உன்னோட பெட்டியும் படுக்கையெல்லாம் தூக்கி வெளியே போடுறதுக்கு. ஐயோ வேண்டாம், இன்னைக்கு ஒரு பேமெண்ட் கிடைக்கும், கண்டிப்பா நாளை பணம் கட்டுறேன். கொடுத்தா உனக்கு நல்லது, இல்லைன்னா நாளைக்கு அந்த ஃபுட்பாத்து தான். ഞാനിങ്ങനെ ആലോചിച്ചു, ഇനി എന്താ ഒരു വഴി? 3 മാസത്തെ കാശ് എന്ന് പറഞ്ഞാൽ 90 രൂപയോളം വേണം, ഒരു മാസം 30 രൂപയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു എവിടെ നിന്ന് കിട്ടും. അപ്പോൾ എൻ്റെ നാട്ടിൽ എൻ്റെ തൊട്ട അയലോക്കക്കാരനായിട്ടുള്ള അയിനിക്കാടൻ ബേബി എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം എൻ്റെ സുഹൃത്തായിരുന്നു, എന്നെക്കാളും വളരെ സീനിയറാണ്. അപ്പോൾ അദ്ദേഹം ഒരു ചിട്ടി കമ്പനി നടത്തുന്നുണ്ട് പാരീസിൽ. പാരീസ് എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പാരീസല്ല, മദ്രാസിനകത്തൊരു പാരീസ് ഉണ്ട്. ആ പാരീസിൽ എന്നാൽ അയാളെ ഒന്ന് പോയി കാണാം. വല്ലപ്പോഴും അയാളെ പോയി കാണുമ്പോൾ ഞാൻ ഒരിക്കലും പണം ചോദിച്ചിട്ടില്ല. ചെന്ന് കഴിഞ്ഞാൽ അയാൾ എനിക്ക് ഭക്ഷണം വാങ്ങിത്തരും, അതുപോലെ തന്നെ കാപ്പി വാങ്ങിച്ചു തരും, സിഗരറ്റ് വാങ്ങിച്ചു തരും. അയാളുടെ മുമ്പിലൊക്കെ ഞാൻ ഒരു സിനിമാ നടനാണ്. അയാൾ ഇതൊക്കെ തരുമ്പോൾ അയാളുടെ ഉള്ളിൽ ഒരു മോഹം ഉള്ളത് എനിക്കറിയാം. വേറൊന്നുമല്ല, എൻ്റെ കയ്യിൽ നിന്ന് ഊണൊക്കെ മേടിച്ച് കഴിച്ചിട്ടുള്ള ഒരാളാണ് എന്ന് ഞാൻ വളർന്ന് വലുതായി കഴിയുമ്പോൾ പറയണം എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അയാൾ അതൊക്കെ തരുന്നത്. ഞാനാണെങ്കിൽ ഇതൊക്കെ സന്തോഷത്തോടെ വാങ്ങി കഴിക്കുക. എനിക്ക് മനസ്സിലായി ഇനി സിനിമാ നടനും ആവാൻ പോകുന്നില്ല, ഒരു ചുക്കും ആവാൻ പോകുന്നില്ല. എന്തായാലും ഈ ഉമാ ലോഡ്ജിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞാൻ അന്ന് ഈ പാരീസിലേക്ക് ഈ പറഞ്ഞതുപോലെ ആരിൽ നിന്നോ ചില്ലറ കാശൊക്കെ വാങ്ങി ഒരു ബസ്സിൽ കയറി പാരീസിലെത്തി. ആ ചിട്ടി കമ്പനിയുടെ തൊട്ടടുത്ത് വന്നപ്പോൾ കണ്ട കാഴ്ച, என்ன விஷயம்? அந்த மலையாளத்துக்காரன் ஃபோர்டு படமாய் ஊருட்டு போயிட்டாரு. ஆறு பேபிச்சனும் உனக்கு தெரியுமா அவரை? உண்மையா சொல்லு, எங்க இருக்காரு அவரு? பார்த்தாலும் ஒரு மலையாளி தான், மரியாதையை சொல்லிடு. அந்த திருட்டராஸ்கள் எங்கே? കോഴി കൂവുന്നതിന് മുമ്പ് യേശുക്രിസ്തുവിനെ 3 പ്രാവശ്യം പത്രോസ് തള്ളി പറഞ്ഞു. ഞാൻ 3 പ്രാവശ്യമല്ല 300 പ്രാവശ്യം അയിനിക്കാടൻ ബേബിയെ തള്ളി പറഞ്ഞു. അവർ ചോദിച്ചു, இந்த ബേബിയെ തെരിയുമാ? ഞാൻ പറഞ്ഞു, இந்த ബേബിയെ എനിക്ക് தெரியாது, ഞാൻ തെരിയരുത് ഒരേ ഒരു ബേബി, തിരുവല്ല ബേബി. അവർ ബാങ്ക് ഓഫീസർ, സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ ബാങ്ക് ഓഫീസർ, അവരാ ഇവർ. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, അവരല്ല ഇവർ. അയിനിക്കാടൻ ബേബിയുടെ പേര് പറഞ്ഞാൽ എന്താ ഉണ്ടാവാന്ന് നിങ്ങൾക്കറിയാം. ഞാൻ അതുകൊണ്ട് ആ പേര് പറഞ്ഞില്ല, ഞാൻ തിരുവല്ല ബേബി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങനെ രക്ഷപ്പെട്ടു. നടത്തിക്ക് വേഗത കൂട്ടി, വിശപ്പും ദാഹവും. മാത്രമല്ല എൻ്റെ കയ്യിൽ ഇനി ഒറ്റ പൈസ ഇല്ല. കാരണം പൈസയുടെ ആവശ്യമില്ലല്ലോ, ബേബിനെ കണ്ടു കഴിഞ്ഞാൽ ബേബിയുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് ഇങ്ങോട്ട് വരാം, ഇതൊക്കെയായിരുന്നു മനസ്സിലെ പ്ലാൻ. പക്ഷേ പാരീസിൽ നടന്ന് അവസാനം ഞാൻ അങ്ങനെ കോടമ്പക്കത്ത് ഞാൻ താമസിക്കുന്ന ഉമാ ലോഡ്ജിൻ്റെ വാതിലിൻ്റെ അവിടെ എത്തി ഉമാ ലോഡ്ജിലേക്ക് ഞാൻ നോക്കിയപ്പോൾ സ്വാമി അവിടെ മുൻവശത്തിരിപ്പുണ്ട്. എന്തായാലും സ്വാമി ഒരു 5 മണി 5:30 കഴിഞ്ഞാൽ സ്വാമി പോവും. അതുവരെ ഞാൻ ആ മതിലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തേക്കായിട്ട് പതുങ്ങി നിന്നു. അങ്ങനെ കുറേ കഴിഞ്ഞു, സ്വാമി പോയി. ഇനി അകത്തേക്ക് കയറാം എന്ന് വിചാരിച്ച് പതുക്കെ നടക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മുമ്പിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. അത് വേറെ ആരുമല്ല, എൻ്റെ വീട്ടിലെ പണിക്കാരനായ ആ കുഞ്ഞിപ്പേഞ്ഞൻ്റെ മകൻ അന്ന് വന്ന ആ വാസുവാണ് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. എൻ്റെ സപ്തനാഡികളും തളർന്നു. ഞാൻ ആ മയിൽക്കുറ്റിയിൽ
തളർന്നങ്ങനെ ഇരുന്നു. ஏய் முத்துசாமி உங்ககிட்ட எத்தனை தடவை சொல்லியிருக்கேன் அந்த ரூம் எல்லாம் சுத்தமா க்ளீன் பண்ணணும்னு. ஏன்டா பண்ணல ராஸ்கள்? ஏன்டா அறிவு இருக்காடா உனக்கு? ம் போ போ சுத்தமா க்ளீன் பண்ணு போ. ம்.